വൈറ്റ് ബാലൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വൈറ്റ് ബാലൻസ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു കളർ ഗ്രാഫ് കാണാം. ഒരു ബോക്സിനകത്ത് ഒരു ഭാഗത്ത് മോൾ ഭാഗത്ത് ചുവപ്പ്, താഴെ പച്ച, പിങ്കും ബ്ലൂ ഒക്കെ കയറിയിട്ടുള്ള ഒരു ഗ്രാഫ് പോലെ ഒരു സംഭവം കാണാം. ഒരു ബോക്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും, പലപ്പോഴും അബദ്ധത്തിൽ ചെയ്ത് എത്തുമ്പോൾ അവിടെ എത്താറുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് വൈറ്റ് ബാലൻസ് കോമ്പൻസേഷൻ എന്നാണ്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ ഏതെങ്കിലും ഒരു കളറ് എക്സ്ട്രാ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കളർ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ആ സ്പെസിഫിക് കളർ ചൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടും ആ ഒരു കളറ് ബൂസ്റ്റ് ചെയ്ത് തരും. എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഒരു പിങ്ക് കളർ, നിങ്ങൾ എല്ലാം മേക്കപ്പ് ചെയ്ത പെൺകുട്ടികളെയാണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ട് ഒരു പിങ്ക് കളർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് മേക്കപ്പ് ഇട്ട മുഖത്ത് ഈ ഒരു പിങ്ക് വന്നു കഴിഞ്ഞാൽ ഒരു തുടുത്ത് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് ബാലൻസ് കോമ്പൻസേഷനിൽ പോയിട്ട് നിങ്ങൾ 2 സ്റ്റെപ്പ് പിങ്ക് ഇൻക്രീസ് ചെയ്ത് വയ്ക്കുക. പിങ്കിൻ്റെ ഭാഗത്തോട്ട് നിങ്ങളുടെ ഗ്രാഫ് ഇൻക്രീസ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി എങ്ങനെയാണ് വൈറ്റ് ബാലൻസ് കോമ്പൻസേഷനിലേക്ക് പോവുക എന്നുള്ളത്. ക്യാനൺ ക്യാമറകളിലാണെങ്കിൽ വൈറ്റ് ബാലൻസിൽ സെറ്റിങ്സിൽ പോയി WBCOMP എന്ന് എഴുതിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും, വൈറ്റ് ബാലൻസ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങളുടെ ഷൂട്ടിംഗ് മെനു സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ WB+or- എന്ന് പറഞ്ഞിട്ട് ഐക്കൺ കാണാം. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഗ്രാഫ് കിട്ടും. അതിനകത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിക്കോണിലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെനുവിലൂടെ പോയിട്ട് ഏതെങ്കിലും ഒരു വൈറ്റ് ബാലൻസ്, ഫ്ലോറസെന്റ്, ടങ്സ്റ്റൺ, അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വൈറ്റ് ബാലൻസ് പ്രീസെറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് വീണ്ടും നിങ്ങൾ റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് കോമ്പൻസേഷനിലെത്താം. നിക്കോണിലുള്ള ഒരു ലിമിറ്റേഷൻ എന്താ പറഞ്ഞാൽ, ക്യാനണിൽ വൈറ്റ് ബാലൻസ് കോമ്പൻസേഷൻ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഗ്രാഫിനകത്ത് ഇപ്പോൾ പിങ്ക് കൂട്ടിയിട്ടിട്ട് 2 സ്റ്റെപ്പ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് വൈറ്റ് ബാലൻസ് ഏത് മാറ്റിക്കഴിഞ്ഞാലും അതിലൊക്കെ ഈ സെറ്റിംഗ് അപ്ലിക്കബിൾ ആണ്. പക്ഷേ നിക്കോണിൽ അങ്ങനെയല്ല. നിങ്ങൾ നിക്കോണിൽ ഇപ്പം ഡയറക്റ്റ് സൺലൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് അതിനകത്ത് വീണ്ടും റൈറ്റ് ആരോ പ്രസ് ചെയ്തിട്ടാണ് നിങ്ങൾ വൈറ്റ് ബാലൻസ് കോമ്പൻസേഷനിൽ പോകുന്നത്. വൈറ്റ് ബാലൻസ് കോമ്പൻസേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് സൺലൈറ്റിൻ്റെ കൂടെയാണ് ഈ ഒരു സെറ്റിംഗ് വരുന്നത്. അപ്പം നിങ്ങൾ അവിടെ ഡയറക്റ്റ് സൺലൈറ്റ് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു ഫ്ലാഷോ അല്ലെങ്കിൽ വേറെ ഒരു ടങ്സ്റ്റൺ എന്നുള്ള ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ സെറ്റിങ്സ് ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ വീണ്ടും അതേപോലെ അവിടെ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഒരു കാര്യം കൂടി ഈ വൈറ്റ് ബാലൻസിൽ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. അതായത് വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റിംഗ്. വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചിത്രം ഏത് വാമായിട്ടാണോ കൂളായിട്ട് എടുത്താലാണോ ഇത് ഭംഗി ഉണ്ടാവുക എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. അതായത് അതിൽ ഒരു ക്ലിക്കിൽ 3 പടങ്ങളാണ് നിങ്ങളുടെ ക്യാമറ എടുത്തു തരിക. ഒരൊറ്റ ക്ലിക്കിൽ 3 പടങ്ങൾ എടുക്കും. അത് നിങ്ങൾ സെറ്റ് എത്രയാണോ വൈറ്റ് ബാലൻസ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ വൈറ്റ് ബാലൻസിൽ ഒരു പടമായിരിക്കും. അതിനേക്കാളും ഒരു നിശ്ചിത കെൽവിൻ കുറവിൽ ഒരു 500 അത് നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റിങ് മാറ്റുമ്പോൾ അതിൻ്റെ സ്ലൈഡർ 3 ഭാഗത്തോട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റ് ചെയ്യുമ്പം ഒരല്പം നീല കയറിയ ഒരു പടം കിട്ടും, ഒരല്പം മഞ്ഞ കയറിയ ഒരു പടം കിട്ടും. മൂന്നാമത്തത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൃത്യമായ വൈറ്റ് ബാലൻസിലും നിങ്ങൾക്ക് ഫോട്ടോ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 നോക്കിയിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് വാമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൂളായ പടമാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. അങ്ങനെ 3 ഓപ്ഷൻ ഒറ്റ ക്ലിക്കിൽ 3 കളർ ടോണിലുള്ള പടങ്ങൾ എടുക്കാൻ വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ ക്യാമറയിൽ ഉണ്ട്. അതും നിങ്ങളൊന്ന് ക്യാമറ മെനുവിലൂടെ പോയിട്ട് പരീക്ഷിച്ച് നോക്കുക. ഒരു കാര്യം നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബാലൻസിൽ കെൽവിൻ നമ്പേഴ്സ്, മീറ്ററിംഗ് മോഡുകളിൽ സ്പോട്ട് മീറ്ററിങ്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നമ്മളുടെ എല്ലാ ക്യാമറയിലും ഈ ഒരു ഓപ്ഷൻ കിട്ടാറില്ല. അതിന് എന്താ പറയുക, ഒരല്പം ഹൈ എൻഡ് ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് കിട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ അഡീഷണൽ അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോ ഫൈൻ ട്യൂണിങ്ങിനുള്ള ഈ സംഭവങ്ങൾ, വൈറ്റ് ബാലൻസ് കോമ്പൻസേഷൻ, അതേപോലെ വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റിങ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ ക്യാമറയിൽ ഇല്ലെങ്കിലും നിങ്ങൾ വല്ലാതെ അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട കാര്യമില്ല. ഇതൊക്കെ
അത്രയും ഹൈ എൻഡ് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്യാമറയുടെ പരിമിതി വെച്ച് ചിലപ്പോൾ ആ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടാകും ഇത് വെച്ച് ഇത്രയും ഹൈ എൻഡ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം ഒരു പക്ഷേ ആ കമ്പനി തീരുമാനിച്ചത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെറ്റിംഗ് നിങ്ങളുടെ ക്യാമറയിൽ കിട്ടാത്തത്. എങ്കിലും ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് എല്ലാ തരം ആൾക്കാരും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഒരു ഡിഫിക്കൽട്ട് മീൻസ് അവരുടെ സെറ്റിങ്സ് പറഞ്ഞില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്, അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഒരു ലൊക്കേഷനിൽ നിങ്ങളൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ആ ചിത്രത്തിൻ്റെ വൈറ്റ് ബാലൻസ് ആണ്. അവിടെ അവൈലബിൾ ലൈറ്റ് നോക്കിയിട്ട് നിങ്ങൾ ആ ലൊക്കേഷനിൽ വെച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തിരിക്കുന്നു. വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാൻ ഒന്നുകിൽ നിങ്ങൾക്ക് പ്രീസെറ്റ് വൈറ്റ് ബാലൻസ് മോഡുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെൽവിൻ സെറ്റിങ്സ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം വൈറ്റ് ബാലൻസ് മെത്തേഡുകൾ ഉപയോഗിക്കാം. ഇതിലേതും ഉപയോഗിക്കാം. ഇനി വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കളേഴ്സ് കൃത്യമായി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ വൈറ്റ് ബാലൻസ് കോമ്പൻസേഷൻ ഉപയോഗിക്കാം, അതോ അല്ലെങ്കിൽ വൈറ്റ് ബാലൻസ് ബ്രാക്കറ്റിംഗ് ഓപ്ഷൻസ് ഉപയോഗിക്കാം. ഇതിലേത് ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലൊക്കേഷൻ തിരിച്ചു പോകുമ്പോൾ കൃത്യമായ കളർ ബാലൻസ് ഉള്ള ഒരു ചിത്രം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയാണ് വൈറ്റ് ബാലൻസിനെ കുറിച്ച് പറയാനുള്ളത്.